നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് കോടതി വിധി പറയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിധി പ്രസ്താവിക്കുന്ന ദിവസം എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 1-ാം പ്രതി പൾസർ സുനിയും 8-ാം പ്രതി നടൻ ദിലീപും ഉൾപ്പെട്ട ഈ കേസിൽ 8 വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത്. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജും തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം ദേവരാജ്, ദീർഘമായ ഒരു നിയമകാര്യ റിപ്പോർട്ടിംഗ് കൂടിയായിരിക്കും ശ്യാം ദേവരാജിന് വ്യക്തിപരമായി എടുത്തു നോക്കിയാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുക. അന്തിമ വിധിയിലേക്ക് എത്തുന്നതിനായി എടുത്ത കാലതാമസമടക്കം പ്രോസിക്യൂട്ടർമാർ മാറിയതടക്കം ഈ കേസിന്റെ നിയമവഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടത്? സുജയ പാർവതി, വെരി ഗുഡ് ഈവനിങ്. ഞാനിതിന്റെ റിപ്പോർട്ടിംഗിലേക്ക് എത്തുന്നത് ദിലീപ് അറസ്റ്റിലാകുന്ന കാലഘട്ടം മുതലാണ്. 2017 ജൂലൈ മാസം മുതലാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് നിരന്തരമായി അതിന്റെ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് എത്തുന്നത്. അന്നു മുതൽ ഇന്ന് വരെയുള്ള സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ നിരവധിയായ വിവാദങ്ങൾ, നടപടികൾ ഒക്കെ പലതവണ കോടതി കയറിയിട്ടുള്ള കേസാണ് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസ്. 2017 ഫെബ്രുവരി മാസം 17-നാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത്. അന്ന് രാത്രി ഈ ഓടുന്ന വാഹനത്തിൽ വെച്ചാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത്. അന്ന് ആദ്യം നെടുമ്പാശ്ശേരി പോലീസ് കേസെടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. SIT പ്രത്യേക അന്വേഷണ സംഘത്തിന് സംസ്ഥാന സർക്കാർ കൈമാറാൻ തീരുമാനിക്കുന്നു. പിന്നീട് SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് അന്വേഷിച്ച് കുറ്റപത്രം നൽകുന്നത്. ആദ്യ കുറ്റപത്രം അനുസരിച്ച് 7 പ്രതികൾ, രണ്ടാമത്തെ കുറ്റപത്രം അനുസരിച്ചാണ് 8-ാം പ്രതിയായി ദിലീപ് ഈ കേസിലെ ഗൂഢാലോചനയിൽ പ്രതി ചേർക്കപ്പെട്ട ദിലീപ് കുറ്റപത്രത്തിലേക്ക് വരുന്നത്. അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് പ്രതി ചേർക്കപ്പെടുന്നത്. 2017 ജൂലൈ മാസത്തിലാണ് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 86 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് 6-ാം തവണ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി അംഗീകരിക്കുമ്പോൾ ദിലീപിന് ജാമ്യം കിട്ടുന്നതും പിന്നീട് ദിലീപ് ജയിലിന് പുറത്തേക്ക് വരുന്നതും. അതുവരെയും 86 ദിവസവും ജയിലിൽ കഴിഞ്ഞത് ആലുവയിലെ സബ് ജയിലിലാണ് ദിലീപ് റിമാൻഡിൽ കഴിഞ്ഞത്. അതിനുശേഷം നിരവധിയായ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. പ്രത്യേകിച്ചും വിചാരണ ഇങ്ങനെ നീണ്ടുപോകുന്നു എന്നത് പലതവണ സുപ്രീം കോടതി വരെ എത്തിയ കാര്യമാണ്. സുപ്രീം കോടതി പലതവണ ഈ വിചാരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. മറ്റൊന്ന്, ഇതിന്റെ പ്രോസിക്യൂട്ടർമാർ മാറിയതാണ്. ആദ്യ 2 പ്രോസിക്യൂട്ടർമാർ ഈ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാനാകില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് പിന്മാറുകയായിരുന്നു. തുടർന്നാണ് 3-ാമത്തെ പ്രോസിക്യൂട്ടറായി നിലവിലെ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജയ്കുമാർ വരുന്നതും അതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാവുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒരു 4 വർഷത്തോളമായി അദ്ദേഹമാണ്, അഡ്വക്കേറ്റ് അജയ്കുമാറാണ് ഇതിന്റെ പ്രോസിക്യൂട്ടർ. ഇന്ന് ഈ കേസിൽ ആകെ 10 പ്രതികളുണ്ട്. അതിൽ 1-ാം പ്രതി പൾസർ സുനി, 8-ാം പ്രതി ദിലീപ്, അങ്ങനെയുള്ള 10 പ്രതികളും ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ കുറ്റക്കാരനാണോ എന്ന് വിധി പ്രഖ്യാപിക്കുന്ന ദിവസം ഡിസംബർ 8 കോടതിയിൽ ഹാജരാക്കണമെന്നതാണ്. 8-ാം തീയതി അറിയാം 8-ാം പ്രതിയുടേതടക്കമുള്ള വിധി എന്തെന്ന്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ഈ കേസിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് ആർ റോഷിപാലാണ്. ഇപ്പോൾ ശ്യാം ദേവരാജ്, ദിലീപ് അറസ്റ്റിലായ ഘട്ടം മുതലാണ് ഈ കേസ് പിന്തുടരുന്നതെങ്കിൽ 2017 ഫെബ്രുവരി 17-ന് ഈ സംഭവം നടന്നത് മുതലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിച്ച മാധ്യമപ്രവർത്തകരാണ് റോഷിപാൽ. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വിധി പ്രസ്താവത്തിന്റെ തീയതി കുറിച്ചിരിക്കുകയാണ്. ഇതുവരെ കടന്നുവന്ന വഴികളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയ തെളിവുകൾ, വ്യക്തികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് പൾസർ സുനിയുടെയും ബാലചന്ദ്രകുമാറിന്റെയും വെളിപ്പെടുത്തലുകളല്ലേ റോഷിപാൽ? സുജി, അങ്ങനെയാണ്. കാരണം 2017 ഫെബ്രുവരി 17-ന് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം വഴിത്തിരിവാകുന്നത് 2021-ൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ റിപ്പോർട്ടറിലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ്. പിന്നീട് തുടരന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് റിപ്പോർട്ടർ ഏറ്റവും കൂടുതൽ ഈ കേസിൽ വഴിത്തിരിവാകുന്ന തെളിവുകൾ പുറത്തുവിട്ടത്. അത് ബാലചന്ദ്രകുമാർ പറഞ്ഞത് മുതൽ അങ്ങോട്ട് പൾസർ സുനിയും നടൻ ദിലീപും തമ്മിലുള്ള ബന്ധമാണ്. നേരത്തെ കോടതിക്കകത്തും പുറത്തും ദിലീപിനെ അനുകൂലിക്കുന്നവരും ദിലീപിന്റെ അഭിഭാഷകരും വാദിച്ചത് ഈ കേസിൽ ദിലീപിന് ബന്ധമില്ലെന്നായിരുന്നു. പക്ഷേ ആ വാദം പൂർണ്ണമായും പൊളിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ ബാലചന്ദ്രകുമാർ നടത്തി. അതിന് പിന്നാലെ തെളിവുകളും വന്നു. ഈ പൾസർ സുനി ദിലീപിന്റെ വീട്ടിലെത്തിയതിന്റെ സാക്ഷി ബാലചന്ദ്രകുമാറായിരുന്നു. പിന്നീട് പലതവണ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്, ദിലീപിന്റെ കൈവശം പീഡന ദൃശ്യങ്ങൾ എത്തിയ കാര്യം ഇതടക്കം തെളിവുകളായി എത്തുന്നു എന്നതാണ്. അത് ശബ്ദങ്ങളായി എത്തുന്നു, വാട്സപ്പ് ചാറ്റുകൾ വരുന്നു. അങ്ങനെ നിരവധി തെളിവുകൾ. സാക്ഷികൾ മൊഴിമാറ്റിയതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപിന്റെ സുഹൃത്തുക്കളും കാവ്യ മാധവന്റെ ഡ്രൈവറും അഭിഭാഷകനും അടക്കം ആലപ്പുഴയിലെത്തി സാഗർ വിൻസെന്റിനെ മൊഴിമാറ്റിയത് അത് കണ്ടെത്തുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു. അങ്ങനെ ഒട്ടേറെ തെളിവുകൾ പുറത്തുവിട്ടു. നാടകീയമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷിയായി
മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കോടതി കസ്റ്റഡിയിലിരിക്കെ ജുഡീഷ്യൽ ഓഫീസർമാരടക്കം അത് തുറന്ന് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു. പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലിൽ അതിൽ വസ്തുതാ പരിശോധനയുണ്ടായി. വസ്തുതാ പരിശോധനയിൽ അന്നത്തെ ജുഡീഷ്യൽ ഓഫീസർമാർ ഒന്നൊന്നായി നിയമവിരുദ്ധമായി 1 വർഷത്തിലേറെ കസ്റ്റഡിയിൽ വെച്ചു. വീട്ടിലേക്ക് മെമ്മറി കാർഡ്, അത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കൊണ്ടുപോയെന്ന് ഹൈക്കോടതി അടക്കം നിരീക്ഷിച്ചു. സുപ്രീം കോടതി പല ഘട്ടങ്ങളിലും വേഗത്തിൽ കേസ് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം നൽകുന്നു. തീർച്ചയായും അതിലെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഡിസംബർ 8-ാം തീയതി എറണാകുളത്ത് കോടതിയിൽ നിന്ന് ആ വിധി വരുന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് ആകാംക്ഷയുടെ കേരളീയ പൊതുസമൂഹവും. ആർ റോഷിപാലും ശ്യാം ദേവരാജും വർഷങ്ങളായി ഈ കേസ് പിന്തുടരുന്ന ഞങ്ങളുടെ റിപ്പോർട്ടറിന്റെ മാധ്യമപ്രവർത്തകർ കൂടിയാണ്. അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കും.